UGC നെറ്റ് അല്ലെങ്കിൽ JRF നേടുക. PGക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ തന്നെ ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണത്. വെറുതെ ഇരുന്ന് പഠിക്കുക എന്നതിനപ്പുറം തെളിഞ്ഞ മനസ്സും ചിട്ടയായ പഠനവും തന്നെ വേണം ആ കടമ്പ കടക്കാൻ. പഠനം മുടങ്ങാതിരിക്കാൻ ലഭിച്ച കൃത്യമായ മോട്ടിവേഷനാണ് തങ്ങളുടെ ഉന്നത വിജയത്തിന് കാരണമെന്ന് തുറന്നു പറയുകയാണ് ഈ വിദ്യാർത്ഥികൾ. PG വിദ്യാർത്ഥികൾക്കും ജോലി തിരക്കുള്ളവർക്കും നെറ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പ് സാധ്യമാവുന്ന രീതിയിൽ ഓൺലൈനായി തന്നെ വ്യത്യസ്ത മോഡുകളിൽ പരിശീലനം ഒരുക്കുകയാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐഫർ എഡ്യൂക്കേഷൻ. കഴിഞ്ഞ നെറ്റ് എക്സാമിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ നെറ്റിനും JRFനും അർഹരായ ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നേട്ടവും ഐഫറിന് സ്വന്തം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസ് ഫസ്റ്റ് എന്നുള്ളൊരു ആശയമാണ്. അത് കോഴ്സ് ഡിസൈനിങ്ങിൻ്റെ എല്ലാ സ്റ്റേജിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ബിയോണ്ടായിട്ട് നമുക്ക് കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കേൾക്കാം, ഇഷ്ടമുള്ള സമയത്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാം അവരുടെ ഒരു ഫ്രീഡമാണ്. ഞാൻ ഈ വർഷം സൈക്കോളജി JRF ഹോൾഡറാണ്. അപ്പം എനിക്ക് JRF പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളതൊന്നും. അപ്പം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഓഫ് പ്രിപ്പറേഷൻ ആണ്. അപ്പം അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ഐഫർ എഡ്യൂക്കേഷൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കാരണം UGC നെറ്റ് എക്സാമിനെ വെച്ച് നോക്കുമ്പം ഈ ഒരു സമയത്ത് വളരെ അൺസർട്ടൈൻ ആണ്. നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് എക്സാം വരുന്നത് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, കൺസിസ്റ്റൻസി ഡീമോട്ടിവേറ്റഡ് ആവാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു കോർ ഫാക്ടറാണ് സക്സസിൻ്റെ. ഒരു ഇമോഷണൽ എലമെൻറ്റ് കൊണ്ടുവരാനുള്ള പ്രയാസമാണ് യൂഷ്വലി ഒരു ഓൺലൈൻ ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു വലിയ നെഗറ്റീവ് വശമായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഐഫറിൻ്റെ ഇമോട്ടക് ലേണിംഗ് സിസ്റ്റം വരുന്നത്. നമ്മൾക്ക് JRF കിട്ടണം നമ്മളെക്കാട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. It's an online learning with an offline touch or it's an online learning with a human touch. ഈ ഹോൾ ലേണിംഗ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്നത് ഐഫർ ഇമോട്ടക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഐഫർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് UGC നെറ്റ്, CSIR നെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലാണ്. നമ്മുടെ ഒരു ടോട്ടൽ ഫോക്കസ് ഏരിയ എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷനാണ്. അതായത് +2 മുതൽ PG വരെയുള്ളത്. +2 സ്റ്റുഡൻസിന് അവർക്ക് ആവശ്യമായ ഗൈഡൻസും സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് ക്വാളിഫൈ ചെയ്യാനുള്ള ക്ലാസ്സുകൾ, UG സ്റ്റുഡൻസിന് കംപ്ലീറ്റ് UG അസിസ്റ്റൻസ്, PG സ്റ്റുഡൻസിന് UGC നെറ്റ്, PhD, JRF അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള ട്രെയിനിങ്ങുകൾ എന്നുള്ളത്. നമ്മൾ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള UGC നെറ്റ് റിസൾട്ട് നോക്കുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ലഭിച്ചിട്ടുള്ളത് ഐഫർ എഡ്യൂക്കേഷനാണ്. ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ബിയോണ്ടായിട്ട് നമുക്ക് കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു. ലൈക്ക് ഡു ഓർ ഡൈ ഡിസ്കഷൻ ടേബിൾ അങ്ങനെ പറയുന്ന പലതരത്തിലുള്ള എൻ്റർടൈനിങ് ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഫർ എഡ്യൂക്കേഷനിൽ അവൈലബിൾ ആയിരുന്നു. രാവിലത്തെ ഡിസ്കഷൻ ആണെങ്കിലും ഉച്ചത്തെ ഡിസ്കഷൻ ആണെങ്കിലും ഈവനിങ് ആൻഡ് നൈറ്റ് അങ്ങനെ ഞങ്ങൾക്ക് 4-5 ഡിസ്കഷൻസാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത്. ആൻഡ് പേപ്പർ 1 ഒരു ഡിസ്കഷൻ ഉണ്ടാവും, സൈക്കോളജിക്ക് വേറെ ഡിസ്കഷൻ ഉണ്ടാവും. അതിനകത്ത് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഒരാൾക്ക് അറിയാൻ പറ്റാത്ത കോൺസെപ്റ്റ് മറ്റൊരാൾ പറഞ്ഞു തരും. ഹൈ ക്വാളിറ്റി അക്കാഡമിക് കണ്ടന്റുകളുടെ കൂടെ അക്കാഡമിക് സപ്പോർട്ടിൻ്റെ കൂടെ ഒരു ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവർക്കുള്ളൊരു ഇമോഷണൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട്. അവർ നിരന്തരമായിട്ട് കുട്ടികളെ കോൺടാക്ട് ചെയ്യുന്നു, റെഗുലറായിട്ട് അവരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ പലതരത്തിലുള്ള ഓഡിയൻസ് നമുക്കുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. ഇതൊന്നും കൂടാണ്ട് കുറേ കാലത്തെ അക്കാഡമിക് ബ്രേക്കിന് ശേഷം ഇപ്പോൾ വീണ്ടും പഠിക്കാനിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് പോപ്പുലേഷനാണ് നമുക്കുള്ളത്. നമുക്ക് ചുറ്റും നമ്മുടെ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. എസ്പെഷ്യലി PWD, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് പോലെയുള്ളവ. അവർക്ക് അത്തരത്തിലുള്ള കാഴ്ചപരിമിതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് ഓൾ ഇന്ത്യ ലെവലിൽ UGC നെറ്റ് പോലെയുള്ള ഡിഫറെൻറ്റ് എക്സാം കോച്ചിങ്ങുകൾ ഐഫർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഐഫറിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എഫേർട്ടാണ്. കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പുസ്തകം വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ
ഏറെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാരണം നെറ്റിലേക്ക് പഠിക്കണമെങ്കിൽ അത്രയും വൈഡായിട്ടുള്ള സിലബസുകളാണ്. അപ്പോൾ അത് ബുക്ക് വായിച്ച് കവർ ചെയ്യാന്നുള്ളത് മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ യാദർശികമായിട്ട് ഐഫർ എഡ്യൂക്കേഷനെ അറിയുന്നതും സുഹൃത്ത് മുഖേനയാണ് അതിലേക്ക് എത്തുന്നതും. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസും അതോടൊപ്പം തന്നെ അതിലെ ക്ലാസ്സുകൾ കേട്ടിട്ട് പഠിക്കാൻ സാധിച്ചതും നമ്മുടെ സെൽഫ് സ്റ്റഡീൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ പഠിക്കണമെന്നും എന്തൊക്കെയാണ് നെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്നും മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ആ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യുകയും അൽഹംദുലില്ലാ റിസൾട്ട് വന്നപ്പം JRF കിട്ടുകയും ചെയ്തു.